ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും താരൂസ് വേഡിലേക്ക് സ്വാഗതം. സഞ്ജു ടെക്കി, എല്ലാവർക്കും സഞ്ജു ടെക്കിയെ അറിയായിരിക്കും. ഈ ഇടയ്ക്ക് അവർ സഞ്ജുവും നീതുവും ബ്രേക്കപ്പ് ആയെന്ന് സോഷ്യൽ മീഡിയയിൽ അറിയിച്ചിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം നീതു ഒരു റിയാക്ഷൻ വീഡിയോ ഇട്ടിരുന്നു. എല്ലാത്തിനും കാരണം സഞ്ജു എന്ന് പറഞ്ഞിട്ട് അത് കണ്ട് ഫ്രസ്ട്രേഷൻ എടുത്തിട്ട് പിറ്റേന്ന് സഞ്ജു ഒരു വീഡിയോ ഇട്ടിരുന്നു. എന്താണെന്ന് വെച്ചാൽ സ്നേഹിച്ചിരിക്കുന്ന സമയത്തിന് ഒരുപാട് വീഡിയോസുകൾ ഇടും. പക്ഷെ ഇവർ ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നൊന്നും ചിന്തിക്കാതെയാണ് ഈ വീഡിയോസ് ഇടുന്നത്. പിന്നെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. മനുഷ്യരല്ലേ, ഒട്ടുമൊത്തു പോകാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായപ്പോൾ അവർ ബ്രേക്കപ്പായി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരിയെറിയ എന്ത് ഏർപ്പാടല്ലേ. സഞ്ജു ഹിന്ദുവും നീതു ക്രിസ്ത്യനും. അപ്പം സ്വാഭാവികമായിട്ടും എതിർപ്പുണ്ടാവുമല്ലോ. പിന്നെ നീതുവിൻ്റെ അച്ഛൻ സമ്മതിച്ചിരുന്നു. നീതുവിൻ്റെ അച്ഛനൊരു ഹാർട്ട് പേഷ്യൻ്റ് ആണ്. അപ്പം സഞ്ജു പറയുന്ന ന്യായീകരണം എന്താന്ന് വെച്ചാൽ, ഇതിൽ സഞ്ജു വന്നിട്ട് എക്സ്ട്രോവേർട്ടും നീതു വന്നിട്ട് ഇൻട്രോവേർട്ടും ആണ്. നീതുവിന് ഇപ്പം സ്നേഹിക്കുന്ന വ്യക്തി ഒത്തിരി സ്നേഹിച്ച് ഒരിടത്തങ്ങ് ഒതുങ്ങിക്കൂടിയിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവം. സഞ്ജുവിനെ സംബന്ധിച്ച് അടിച്ചു പൊളിച്ച് ഫ്രണ്ട്സുമായിട്ട് നടക്കുക, ഇങ്ങനെ ഇറങ്ങി നടക്കുക, പിന്നെ അമ്മയായിട്ട് കുറേ കുസൃതിയും കാര്യങ്ങളും, ഇങ്ങനെ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ്, വളവളവളാന്ന് സംസാരിക്കുന്ന നമുക്കൊരു ഇറിറ്റേഷൻ തോന്നും സംസാരം കേൾക്കുമ്പോൾ. എപ്പോഴും ഇങ്ങനെ എനർജറ്റിക് ആയിട്ടിരിക്കും, അങ്ങ് ഓവറാണേ. പക്ഷെ ഇവളാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്. അങ്ങനെയുള്ള രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരിക്കലും സ്യൂട്ടായി പോകത്തില്ല. എപ്പോഴും അടിയും വഴക്കുമാണ്. അവരുടെ ലൈഫ് ശരിയാവത്തുമില്ല. രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലാണ് സ്വഭാവം. അപ്പോൾ ഈ സഞ്ജു തന്നെ പറയുന്നത്, ഞങ്ങൾ എത്ര നാൾ സ്നേഹിച്ചിരുന്നോ അത്രയും നാളും അടി കൂടിക്കൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും അത് ബ്രേക്കപ്പ് ആവശ്യം തന്നെയാണ്. അപ്പം ഇവള് കുറ്റപ്പെടുത്തുന്നു എപ്പോഴും ഫ്രണ്ട്സുമായിട്ട് പോകുന്നതിനും. അപ്പം ഇവള് ഭയങ്കര, സത്യം പറഞ്ഞാൽ എന്താ പറയുന്നത്, സ്വാർത്ഥ മനസ്സാണ്. അത് വെച്ചിട്ട് അവളുടെ ഇഷ്ടം കാണിക്കുന്നത്. ഇപ്പോൾ കുറേ ഫ്രണ്ട്സുമായിട്ട് അടിച്ചു പൊളിക്കുമ്പോഴത്തേക്ക് ഇവളുടെ സംസാരം കേൾക്കുമ്പോൾ ഫ്രണ്ട്സിനെ ഇഷ്ടപ്പെടാത്ത പോലാണ് ഇവന് ഫീൽ ആവുന്നത്. പക്ഷെ സത്യത്തിൽ അതല്ല, അത് സ്നേഹത്തിൻ്റെ വേറൊരു തലമാണ്. അതേപോലെ അമ്മയെ കുറ്റം പറയും, സ്വന്തക്കാരെ കുറ്റം പറയും എന്നൊക്കെ സഞ്ജു പറയുന്നുണ്ട്. ഇതെല്ലാം സ്നേഹത്തിൻ്റെ ഒരു വേർഷൻ തന്നെയാണ്. എനിക്ക് ഇത്രയും നാളത്തെ സംസാരം കേട്ടിട്ട് നീതു ഭയങ്കര പൊസസീവ് ആണെന്നുള്ള തെളിവാണ് ഈ സഞ്ജു മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ ഇഷ്ടപ്പെടാത്തത്. അവരെ ഒരു ശത്രുവിനെ പോലെ കാണുന്നത് ആ പൊസസീവ്നെസ് കൊണ്ടാണ്. ഇത് പറയുമ്പോൾ ഇറിറ്റേഷൻ തോന്നുവാണ് സഞ്ജുവിന്. അങ്ങനെ അവരുടെ ബ്രേക്കപ്പ് എന്തുകൊണ്ടും നല്ലതാണ്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്നറിയോ, ഇവർ 4 വർഷത്തോളം സ്നേഹിച്ച് നടന്നു, ഉള്ള വീഡിയോസ് എല്ലാം ചെയ്തു, പബ്ലിക്കിനെ മൊത്തം അറിയിച്ചു. ഇനിയിപ്പോൾ ബ്രേക്കപ്പ് വരുമ്പോൾ ഇവർ എക്സ്പ്ലനേഷൻ കൊടുക്കണം. അതാണിപ്പോൾ ഭയങ്കര ടാസ്ക്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. പക്ഷേ ഇപ്പം എക്സ്പ്ലനേഷനുമായിട്ട് നീതു വന്നപ്പോൾ ആളുകൾ നീതുവിൻ്റെ സൈഡ് കേട്ടപ്പോൾ നീതുവിൻ്റെ സൈഡ് നിന്നു. അടുത്ത റിയാക്ഷൻ വീഡിയോ സഞ്ജു ഇട്ടപ്പോൾ സഞ്ജുവിൻ്റെ കൂടെ ആൾക്കാർ നിന്നു. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞ് നിൽക്കുക, മനസ്സിലായില്ലേ. അപ്പോൾ ഇടയ്ക്ക് വന്ന് അതുപോലെ പിന്നെ ചിലരൊക്കെ പറയുന്നത് സഞ്ജു കുറച്ചുകൂടെ പൈസ വന്നപ്പോൾ നൈസായിട്ട് നീതുവിനെ തേച്ചു എന്നാണ് ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ സഞ്ജുവിൻ്റെ വീഡിയോയിൽ പറയുന്നത്, സഞ്ജു ഇവളെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയാണ് പറയുന്നത്, ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ വീട്ടിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ് ഇവളെ അവോയ്ഡ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇവളുടെ സ്വഭാവം ഇങ്ങനെയാണെന്നുള്ളത് പറഞ്ഞപ്പോഴത്തേക്ക് ആളുകളെല്ലാം സഞ്ജുവിൻ്റെ സൈഡായി. പിന്നെ ഇതിനകത്ത് കുറ്റപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ, നീതുവായിട്ട് ബ്രേക്കപ്പായി കുറച്ച് ദിവസം കഴിഞ്ഞപ്പം തന്നെ ഒരു കുട്ടിയായിട്ട് ഫ്രണ്ട്ഷിപ്പാണെന്നും പറഞ്ഞ് വീഡിയോ ഇട്ടു. കുറച്ച് നാൾ, അത് ഫെബ്രുവരി 14 വരെയാണ് ആ ഫ്രണ്ട്ഷിപ്പിന്. ഉടനെ അത് നേരെ ലവറാന്ന് പറഞ്ഞു. അപ്പം സ്വാഭാവികമായിട്ടും അതൊരു ക്യാരക്ടർ മോശമായിട്ടല്ലേ നമുക്കെല്ലാം ഫീൽ ചെയ്യത്തുള്ളൂ. അപ്പോൾ നീതു പോലും വന്ന് കുറ്റപ്പെടുത്തുന്നു. എന്നെ സംബന്ധിച്ച് അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ തട്ടിക്കൂട്ടി എടുക്കാൻ പറ്റത്തില്ല. ഒന്ന് പോകുമ്പോൾ വേറൊന്ന് തട്ടി, ഇതെന്തൊരു നമ്മുടെ മനസ്സ് അങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞ് നീതു കളിയാക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും സ്നേഹിച്ചൊരു പെണ്ണിന് ഇത് കാണുമ്പോൾ വിഷമം വരുമല്ലോ. അത് എന്നിട്ട് അപ്പോൾ അവള് റിയാക്ഷൻ വീഡിയോ ഇടുമ്പോൾ ഇവൻ വന്ന് പറയുക, ഇവൻ കറക്റ്റ് മൊത്തത്തിൽ തേച്ചൊട്ടിച്ച് പറഞ്ഞു, ഇത്രയും ഒരു വൃത്തികെട്ട പെണ്ണിനെയാണോ ഞാൻ സ്നേഹിച്ചത്, ഞാൻ നിന്നെ അങ്ങ് വെറുത്തുപോയി എന്നും പറഞ്ഞ് ഇവനും വീഡിയോ ഇടുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിയുക. വല്ലാത്ത ഒരവസ്ഥയാണ്.
സത്യം പറഞ്ഞാൽ പേഴ്സണൽ ലൈഫ് നിങ്ങളിങ്ങനെ വന്ന് പബ്ലിക്കാക്കി കഴിഞ്ഞാൽ അഥവാ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ നിങ്ങൾ പെടും. പിന്നെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ആളുകളെ കൊണ്ട് ചിരിപ്പിക്കുക. ഇത് ചിന്തിക്കാതെ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതും വീട്ടുകാർ പറഞ്ഞുറപ്പിച്ചേക്ക ഒരു ബന്ധമാണ്, എന്നിട്ടാണ് ഇത്രയും പ്രശ്നത്തിലേക്ക് വന്നു ചേർന്നത്. പിന്നെ എന്താ പറയുന്നത്, ഇവൻ പറയുന്നതെന്ന് വെച്ചാൽ ഇവൻ്റെ പണം കണ്ട അതുവരെ ഇവനെ ഇഷ്ടമില്ലായിരുന്നു. എനിക്ക് നിന്നെ വേണ്ട വേണ്ട വേണ്ടാന്ന് എപ്പോഴും ഒരു പയ്യൻ്റെ മുഖത്ത് നോക്കി പറയും. അത് തന്നെ ഭയങ്കര ഇറിറ്റേഷൻ വരും ആമ്പിള്ളേർക്ക്. എന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ പിന്നെ അവനെ ഇഷ്ടമാണെന്നുള്ളൊരു തലത്തിലേക്ക് വന്നു. അപ്പോൾ ഇവൻ പറയുന്നത് ഇവൻ്റെ പണം കണ്ടിട്ട് ആണ് പിന്നെ ഇവളെ മനസ്സ് മാറിയത്. ഇവൻ്റെ ബാങ്ക് ഡെപ്പോസിറ്റ് ആ കാര്യം ഡീറ്റെയിൽസൊക്കെ ഇവളുമായിട്ട് ഷെയർ ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇവൻ അത്യാവശ്യം ഹൈപ്പിലേക്ക് വരുന്നെന്ന് കണ്ടപ്പോഴാണ് പിന്നെ ഒരു വിലയൊക്കെ ഇവൾ കൊടുക്കാൻ തുടങ്ങിയെന്നൊക്കെ ഇവൻ കുറ്റപ്പെടുത്തി പറയുന്നുണ്ട്. എന്തുവായാലും പിന്നെ അതിനുശേഷം സഞ്ജു പറയുന്നുണ്ട്, നീതു ഇങ്ങനെ പറഞ്ഞു എന്ന് വീട്ടിൽ വന്ന് പ്രപ്പോസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ചിന്തിച്ച് നോക്കിയേ, എന്തെങ്കിലും ആത്മാർത്ഥത ഇല്ലാതെ വീട്ടിൽ ചെന്ന് പ്രപ്പോസ് ചെയ്യും. അപ്പം സഞ്ജു അതും ചെയ്തു. വീട്ടിൽ ചെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു, പിന്നെ എനിക്ക് അംഗീകരിക്കാൻ പറ്റൂല, എനിക്ക് അംഗീകരിക്കാൻ പറ്റൂല, നീ വേറെ കാസ്റ്റ് അല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞ് അമ്മ മുഖത്തടിച്ച് പറഞ്ഞു ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. പക്ഷേ സഞ്ജു എടുത്ത് പറയുന്നുണ്ട് അച്ഛൻ നല്ല മനുഷ്യനാണ്, അച്ഛൻ സപ്പോർട്ടായിരുന്നു എന്നൊക്കെയാണ് സഞ്ജു പറയുന്നത്. അച്ഛൻ സമ്മതിച്ചു എന്ന്. അപ്പോൾ ഇവൻ പറഞ്ഞെന്ന് എന്നിട്ട് ഇവള് പറയാന്ന്, നിന്റെ മനസ്സിരിപ്പ് അറിയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞതെന്ന്, പ്രപ്പോസ് ചെയ്യുമെന്ന് ചോദിച്ച് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവന് ഭയങ്കര അതൊരു ആണുങ്ങൾക്ക് ഒരു ഇത് തോന്നുമല്ലോ. പിന്നെ ഇവൻ പറയുന്നുണ്ട്, പിന്നെ ഏതോ ബർത്ത്ഡേക്ക് എന്തോ ഒരു ഗിഫ്റ്റ്, അപ്പോൾ ഒരു ഐ വാച്ചും പിന്നെന്തോ ഡിസ്പ്ലേ ഗിഫ്റ്റോ എന്തോ കൂടെ കൊണ്ടുകൊടുത്ത് ഉച്ചവരെ സെറ്റായിരുന്നു എന്നൊക്കെ പറയുന്നു. ഉച്ച കഴിഞ്ഞ് പിന്നെയും ഭയങ്കര വഴക്ക്. അങ്ങനെ വഴക്ക് നടന്നു. ഇവൻ എന്തോ ആ ഒരു ദേഷ്യത്തിന് ഈ ഗിഫ്റ്റ് രണ്ടും കൂടെ അങ്ങ് മറിച്ച് വിറ്റിട്ട് പക്ഷെ ഇവൻ അത് വീഡിയോ ആക്കി ചെയ്യുകയും ചെയ്തു. മനസ്സിലായില്ല, അവനിപ്പോൾ കള്ളത്തിലുണ്ടെങ്കിൽ അത് വീഡിയോ ആക്കി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അവനത് വീഡിയോ ആക്കി ചെയ്യുക. എന്നിട്ട് അവൻ പറഞ്ഞു എന്നും ഇങ്ങനെ പ്രശ്നങ്ങളാണ്. അപ്പം ഇതേപോലെ വീഡിയോ ഒക്കെ ചെയ്തപ്പോഴത്തേക്ക് ഇവക്ക് ഭയങ്കര നാണക്കേടായിപ്പോയി. ഇതൊക്കെ എന്തിനാ പബ്ലിക്ക്. അപ്പം പറഞ്ഞത് ഞാനൊരു വ്ളോഗറല്ലേ, അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കട്ടെ എന്ന രീതിയിൽ ഇവ സംസാരിച്ചു എന്ന്. അപ്പം അതുപോലെ തന്നെ ഇപ്പം ബ്രേക്കപ്പിൻ്റെ കാര്യം ആദ്യമായിട്ട് റിവീൽ ചെയ്തതും നീതു തന്നെയാണ്. നീതുവാണ് ആദ്യം വീഡിയോ ഇടുന്നത്. പിന്നെ അതുപോലെ ന്യൂ ഇയറിനെ വിളിച്ചിട്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് പ്രാവശ്യം സഞ്ജു ശ്രമിക്കുന്നുണ്ട് പാച്ചപ്പ് ആവാൻ വേണ്ടി. പക്ഷെ ഇവള് പിടികൊടുക്കുന്ന ഒരു പ്രാവശ്യം പോലും ഇങ്ങോട്ട് പാച്ചപ്പ് ആവണമെന്ന് ഇവള് പറഞ്ഞിട്ടുമില്ല. പക്ഷെ ഒരുപാട് പ്രാവശ്യം താൻ അങ്ങോട്ട് സഞ്ജുവാണ് പോയിരിക്കുന്നത്. അതൊക്കെ പോയിന്റുകളാണ്. എന്നിട്ട് ഒരു ദിവസം ന്യൂ ഇയറിനെ വിളിച്ചിട്ട് പറഞ്ഞു തന്നു, നാളെ ന്യൂ ഇയർ അല്ലേ, നിന്നെ ഞാൻ കരയിച്ചിരിക്കുന്നു. അപ്പോൾ അതെന്താന്ന് ചോദിച്ചിട്ട് പറഞ്ഞില്ല. അപ്പം നോക്കിയപ്പോഴത്തേക്ക് ന്യൂ ഇയറിന് ആ വീഡിയോ ഇട്ടിരുന്നു. ഒരു ഇവനെ കുറ്റം പറഞ്ഞുകൊണ്ട് വീഡിയോ. അപ്പോൾ ഇവൻ്റെ അമ്മ പറഞ്ഞു കൊടുത്തു, നീ മൈൻഡ് ചെയ്യണ്ട, നിന്നെ ഉപയോഗിച്ച് അവളെ റീച്ച് നേടാൻ നോക്കുക, നീ ഒന്നും മൈൻഡ് ചെയ്യണ്ടെന്ന്. പക്ഷെ ആണുങ്ങളല്ലേ, അപ്പോൾ വാശി വരുമല്ലോ. സമൂഹത്തിൽ അവൻ അറിയപ്പെടുന്ന ഒരു യൂട്യൂബറാണ്. അപ്പോൾ സമൂഹത്തിൽ അവനെ കരുതേക്കുമ്പോൾ തീർച്ചയായിട്ടും അവനും റിയാക്ട് ചെയ്യും. അവനും വാശിപ്പുറത്ത് വീഡിയോസ് ഇടുന്നു. അപ്പം അവനും വെല്ലുവിളിച്ച് പറയുന്നു, എൻ്റെ ഒരുപാട് തെളിവുകളുണ്ട്, ഇവള് ഒട്ടും ക്ഷമയില്ലാത്ത ഒരു പെണ്ണെ, എപ്പോഴും കുറ്റപ്പെടുത്താനേ അറിയാവൂ, എൻ്റെ ഫ്രണ്ട്സിനെ ഇഷ്ടമല്ല, അമ്മയെ ഇഷ്ടമല്ല, ഇങ്ങനെ അവളുടെ ക്യാരക്ടറിനെ കുറിച്ച്. സ്ത്രീ എന്ന് പറഞ്ഞാൽ ക്ഷമിക്കാനും സഹിക്കാനും കഴിവുള്ളവൾ എന്നാണ്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നീതുവിൻ്റെ ക്യാരക്ടർ ഇത് എന്താണെന്ന് നമ്മളെല്ലാം ചിന്തിച്ചു പോകും. അപ്പോൾ ജീവിതം സക്സസ് ആയി മുമ്പോട്ട് പോകുന്നെങ്കിൽ തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചയും ഒക്കെ ഉണ്ടായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തു കൊടുക്കാനുള്ള ഒരു മനസ്സ് ഒക്കെ ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകത്തുള്ളൂ. അടിയും വഴക്കൊക്കെ എല്ലായിടും ഉണ്ടാവും. അത് ആരെങ്കിലും ഒരാൾ സോൾവ് ചെയ്യും. അപ്പോൾ അതിനൊന്നും മനസ്സില്ലെങ്കിൽ പിന്നെ അവിടെ സംഭവിക്കാൻ പോകുന്നത് ബ്രേക്കപ്പ് തന്നെയാണ്. ആർക്കെങ്കിലും ഒരാൾക്ക് ഈഗോ ഉണ്ടായിരിക്കും. ഇതൊക്കെ തന്നെ വിഷയം. അവനിപ്പം വെല്ലുവിളിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, നീ ഏത് വീഡിയോ ഇട്ടോ അതിന് മേൽ വീഡിയോ ഇടാനുള്ള ആംബിയർ എനിക്കുണ്ട്, എൻ്റെ കയ്യിൽ തെളിവുണ്ട്, ഞാൻ അതെല്ലാം എടുത്ത് നിരത്തും എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ടേയിരിക്കുക. അപ്പം കേൾക്കുന്ന പ്രേക്ഷകർക്കും ഇപ്പം മനസ്സിലായി തുടങ്ങി നീതുവിൻ്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുകളുണ്ട്, അറിവില്ലായ്മയുണ്ട് എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായത് കൊണ്ട് ഇപ്പം ഇറങ്ങിയ വീഡിയോ വെച്ചിട്ട് എല്ലാ മനുഷ്യരും സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി പോകെ എന്ത് സംഭവിക്കും എന്നറിയത്തില്ല.
അപ്പം സഞ്ജു പറയണ സഞ്ജുവിൻ്റെ ചേച്ചി നേഴ്സാണ്, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നേഴ്സാണ്. അപ്പോൾ സഞ്ജു പറഞ്ഞ ഓരോരുത്തരും അവിടെ ജോലി സ്ഥലത്തും എല്ലാവരും ചോദിക്കുന്നു ഇതെന്താ പ്രശ്നം എന്നൊക്കെ. അപ്പോഴത്തേക്ക് അവർക്കുമൊക്കെ ഇറിറ്റേഷൻ ഉണ്ടാവത്തില്ലേ. അപ്പോൾ അവർ പറഞ്ഞ് സഞ്ജു വീഡിയോയിലൂടെ വന്ന് പറയും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അവരും പറഞ്ഞ് തടി തപ്പുന്നുണ്ട്. പിന്നെ അവൻ പറയുന്ന വേറൊരു പോയിന്റ്, അവൻ ഫിനാൻഷ്യലി ഡൗൺ ആയ സമയത്താണ് ഇവൾ ബ്രേക്കപ്പിന് ഇറങ്ങിയതെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇവനൊരു വീട് വെച്ചല്ലോ, വീട് വെച്ച് കഴിഞ്ഞപ്പോൾ എല്ലാ മനുഷ്യരുടെ അവസ്ഥയാണ് വീട് വെച്ച് കഴിയുമ്പോൾ പാപ്പരാകും എന്നുള്ളൊരവസ്ഥ. അപ്പോൾ വീട് വെച്ചതിന് ശേഷം ഇവൻ കഴുത്തി കിടന്ന മാല വിറ്റു, ഒരുപാട് കടങ്ങളായി, പിന്നെ EMI അടയ്ക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്കായി. ഇവയെല്ലാം ഓപ്പണായിട്ട് ഇവളുടെ അടുത്ത് പറയുമായിരുന്നു. അപ്പോൾ ഇവക്കൊരു പുച്ഛം പോലെ ആ ഒരു സമയത്താണ് ഇവൾ ബ്രേക്കപ്പായി പോകുന്നത് എന്നൊരു കാര്യം അവൻ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവള് സത്യത്തിൽ ഒരു ആത്മാർത്ഥ സ്നേഹം, അവൾ ജെന്യൂൻ അല്ല, പൈസയെയാണ് സ്നേഹിക്കുന്നത് എന്നൊക്കെ അവൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവൻ എടുത്തു പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങളാണ് എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഒരു കുഞ്ഞിൻ്റെ അവിടെ ചേച്ചിയുടെ മോനോ എന്തോ ഡെലിവറി സമയം അന്ന് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ വീഡിയോസും അവൻ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഫ്രണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട ഒക്കെ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവളെ ഇത്രയും നാളും വീഡിയോയിൽ കാണിക്കുമായിരുന്നു. അത് ഇഷ്ടം കൊണ്ട്, ആത്മാർത്ഥമായ ഇഷ്ടം കൊണ്ടാണ് എന്നാണ് അവൻ വാദിക്കുന്നത്. അപ്പം അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ട് ഇങ്ങനെ ഒരു പണി കിട്ടുമ്പോൾ ആൺകുട്ടികളല്ലേ, വൈരാഗ്യമില്ല. എന്നിട്ട് അതും പോരാഞ്ഞിട്ട് ബ്രേക്കപ്പായിട്ട് അവനെ ഇങ്ങനെ മാറി ഇന്ന് പ്രൊവോക്ക് ചെയ്തുകൊണ്ട് വീഡിയോ ഇടുക, റീച്ചിന് വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ അവൻ്റെ വീട്ടുകാരും പറഞ്ഞു നീ ഇനി അടങ്ങിയിരിക്കണ്ട, നീ മിണ്ടാതിരിക്കണ്ട, നീ റിയാക്ട് ചെയ്യൂ, നീ ഉള്ള കാര്യം പറയൂ എന്ന് വീട്ടുകാരും പറഞ്ഞു കൊടുത്തു. അവൻ റിയാക്ട് ചെയ്യുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരിയേറിയ എന്താ അവസ്ഥ, ഇത് എവിടെ ചെന്ന് അവസാനിക്കും ഒന്നും അറിഞ്ഞൂടാ. ഇനിയുള്ള ആളുകളെങ്കിലും ഈ പ്രണയബന്ധമൊക്കെ നല്ലതാണ്, പവിത്രമാണ്, എല്ലാം ശരി. പക്ഷെ ഇതൊന്നും എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടാതിരിക്കാൻ ശ്രമിക്കുക, കുറച്ച് രഹസ്യമായി വെക്കുക. അതൊക്കെ ഒന്ന് ഓക്കെ ആയതിനു ശേഷം സമാധാനപ്പെട്ട് പോസ്റ്റ് ചെയ്താൽ മതി. ഇപ്പം തന്നെ നമ്മുടെ നടി ഇലേന കാണിച്ചത് കണ്ടില്ലേ, കല്യാണം രഹസ്യമാക്കി വെച്ച് വെയിറ്റ് ചെയ്തിരുന്ന് എന്നിട്ടല്ലേ ലാസ്റ്റ് പബ്ലിക് ആക്കുന്ന. അങ്ങനെയൊക്കെ ചെയ്താൽ മതി, കുറച്ച് സമാധാനമൊക്കെ കാണിക്കൂ. ഓക്കെ, ബൈ, താങ്ക് യു.